ഷെർലി ക്ലാസ്സസ് ഹിന്ദിയിലേക്ക് സ്വാഗതം. ഇന്ന് 10ാം ക്ലാസ്സിൻ്റെ സെക്കൻഡ് യൂണിറ്റിലെ സെക്കൻഡ് ചാപ്റ്ററായ വൈറ്റ് ക്യാപ്പ് എന്ന പാഠഭാഗം പഠിക്കാം. എഴുതിയത് ലോകബാബുവാണ്. അദ്ദേഹത്തിൻ്റെ കഹാനിയാണ് പാഠഭാഗം. ടെക്സ്റ്റിലെ ഒരു പണിതീരാത്ത ബിൽഡിംഗ് കാണുന്നു. അതിൻ്റെ ഏറ്റവും ടോപ്പിലായിട്ടൊരു ചെറിയ കുട്ടിയെ കാണാം. താഴെ കുറച്ച് കുട്ടികൾ നിൽക്കുന്നു. അതും അത്ര വലിയ കുട്ടികളൊന്നും അല്ല, നല്ല ചെറിയ കുട്ടികളാണ്. ഒരു പയ്യൻ്റെ കയ്യിലൊരു ബാറ്റുണ്ട്. പിന്നെ സ്റ്റമ്പൊക്കെ നമുക്ക് കാണാം. ഒരു ക്രിക്കറ്റ് കളിക്കുകയാണെന്ന് തോന്നുന്നു. നോക്കിയേ, ഇനി പാഠഭാഗത്തിലേക്ക് നോക്കിയേ. നയി ബസാഹട്ടോങ്കെ കാരൻ ഹർ സാൽ ഷഹർ കി ശകൽ ബദൽ ജാതി ഹെ. ബസാഹട്ട് എന്ന് വെച്ചാൽ വാസസ്ഥലം. പുതിയ വാസസ്ഥലം കാരണത്താൽ ഓരോ വർഷവും പട്ടണത്തിൻ്റെ രൂപം മാറിക്കൊണ്ടേ ഇരിക്കുന്നു. ശകൽ എന്ന് വെച്ചാൽ രൂപം, ആകൃതി. निर्माणाधीन इमारत में काम करने वाले मजदूरों का गाँव है इतनी दूर तक की बेरों से वहाँ लौटा नहीं सकते थे. നിർമ്മാണാധീൻ എന്ന് വെച്ചാൽ പണി തീരാത്ത ഇമാരത്ത് കെട്ടിടത്തിൽ ജോലി ചെയ്യുന്ന മസ്തൂറുകൾ, തൊഴിലാളികളുടെ ഗ്രാമം വളരെ ദൂരെയായതുകൊണ്ട് അവർക്ക് റോസെ ഡെയിലി ലൗട്ടാ നഹി സക്തേ, പോയി വരാൻ കഴിയില്ല. ഡെയിലി അവരുടെ വീടുകളിലേക്ക് പോയി വരാൻ അവർക്ക് കഴിയാതെ പോകുന്നു. ഐസെ മസ്തൂരോ നിർമ്മാണാധീൻ ഇമാരത്ത് കെ ആസ്പാസ് ഹി കിസി കോനമേ അപ്പനെ ഗഡരിയാം രഖ്കർ. അങ്ങനെയുള്ള തൊഴിലാളികൾ ഈ കെട്ടിടത്തിൻ്റെ പണിതീരാത്ത കെട്ടിടത്തിൻ്റെ ഏതെങ്കിലും ഭാഗത്തെ അവരുടെ ഗഡരികൾ എന്ന് വെച്ചാൽ അവരുടെ പാണ്ടക്കെട്ട്, തുണി മാത്രമേ കാണുള്ളൂ അല്ലേ, അത് വച്ചിട്ട് സുൽഖാക്കറെ അടുപ്പ് കത്തിച്ചിട്ട് ഭോജൻ ബനാത്തെ ആഹാരം ഉണ്ടാക്കുന്നു. കാത്തെ അവരെ രാത്ത് ഗുസാർദഹെ, അത് കഴിച്ചിട്ട് രാത്രികാലങ്ങൾ അവിടെ ചിലവഴിക്കുകയും ചെയ്യും. എനിക്ക് മസ്തൂറെ പഹരേദാരോമേ ഏക പരിവാർ കേശവ് കാ ഫീത. ഇങ്ങനെയുള്ള ഒരു കുടുംബത്തിലാണ് കേശവ് ഉള്ളത്. അതായത് ഇങ്ങനെയുള്ള ഒരു കുടുംബമാണ് കേശവൻ്റേത്. കേശവെ 8 साल का छोटा सा नाटा सा संभाला साल എടുക്കാത്ത. കേശവെ 8 വയസ്സുള്ള ചെറുതും ഹൈറ്റ്, നാട്ടെന്ന് വെച്ചാൽ ഹൈറ്റ് കുറഞ്ഞതും, സവാല ഇരുണ്ട നിറമുള്ള കുട്ടിയും ആണ്. उसके माता पिता बेमेतरा जिले के किसी गाँव से यहाँ पहुँचे थे. അവൻ്റെ രക്ഷിതാക്കൾ ബേമേതറ എന്ന ജില്ലയിൽ നിന്നും ഏതോ ഗ്രാമത്തിൽ നിന്ന് ഇവിടേക്ക് വന്നതാണ്. അതായത് അവൻ്റെ രക്ഷിതാക്കൾ ബേമേതറ ജില്ലയിലെ ഏതോ ഗ്രാമത്തിൽ നിന്ന് ഇവിടേക്ക് വന്നതാണ്. फरवरी माह के अंत में जब गर्मी अपने पाँव पसरने लगी थी. पाँव पसरना സ്പ്രെഡ് ചെയ്യാന്നാണ്. ഫെബ്രുവരി മാസത്തിൻ്റെ അവസാനത്തിലെ ചൂട് കൂടിയില്ലേ, അതായത് വേനൽക്കാലം ആയി. तीसरी कक्षा की अपनी वार्षिक परीक्षा दे चुकने के बाद केशव अपने दादाजी से माता पिता के पास शहर जाने की सिंध कर बैठा. सिंध शाट्യം. तीसरी कक्षा എന്ന് വെച്ചാൽ 3rd സ്റ്റാൻഡേർഡിലെ വാർഷിക പരീക്ഷ ആനുവൽ എക്സാം കഴിഞ്ഞതിന് ശേഷം കേശവൻ അവൻ്റെ ദാദാ എന്ന് വെച്ചാൽ മുത്തശ്ശനാണ്. മുത്തശ്ശൻ്റെ കൂടെയാണ് കുട്ടി ഗ്രാമത്തിൽ താമസിക്കുന്നത്. അതുകൊണ്ട് ദാദാജിയോടെ അവൻ സിന്ധ് ശാഠ്യം കാണിച്ചു അവൻ്റെ രക്ഷിതാക്കളുടെ അരികിലേക്ക് പട്ടണത്തിൽ പോകണം എന്ന്. ബൂട്ടാപ്പേമേം ബച്ചാ കുച്ചാ ദിമാഗെ जब पोते ने कुदरता शुरू किया तो हदाशा उसके दादाजी ने उसे बसे में बिठाकर वहाँ उसके माता पिता के पास ला छोड़ा. ബൂട്ടാപ്പെ വാർദ്ധക്യത്തിലെ പൗത്രനാചാര ചെറുമകൻ അല്ലേ, പോത്തെ പൗത്രനാണ് ചെറുമകൻ. വിഷമിപ്പിക്കാൻ തുടങ്ങി ആരെയാണ്? നമ്മുടെ ദാദാജിയെ, മുത്തശ്ശനെ. അതിൽ നിരാശനായ അദ്ദേഹം കുട്ടിയെ ബസ്സിൽ എവിടേക്ക് കൊണ്ടാക്കി? ടൗണിലേക്ക്, അച്ഛൻ്റെ അരികിലേക്ക്, അല്ല അച്ഛൻ്റെ അമ്മയുടെയും അരികിലേക്ക് കൊണ്ടുചെന്ന് ആക്കി. യഹാം ഇവിടെ, അതായത് ടൗണിലെ ആൾക്കാർ വന്നതിന് ശേഷം കേശവെ दिन भर के लिए परिवार के अस्थायी डेरे में अकेले पड़े रहने को मजबूर था. മസ്ബൂർ നിർബന്ധിതനാവുക, അല്ലെ നിർബന്ധിതനാവുക എന്നൊക്കെയാണ്. ഇവിടെ വന്നതിന് ശേഷം കേശവെ ദിവസം മുഴുവൻ കുടുംബത്തിലെ സ്ഥിരമായി, അസ്ഥായി എന്ന് വെച്ചാൽ താൽക്കാലികമായി നിർമ്മിച്ച ഡേരെ ടെൻറ്റിലെ അകേല തനിച്ച് ഒറ്റയ്ക്കിരിക്കാൻ നിർബന്ധിതനായി കുട്ടി. अगीर कुछ दिनों आगुला थे पड़े रहने के बाद केशवे उसे डेरे से बाहर निकला. കുറച്ച് ദിവസങ്ങൾ, ആഗീർ എന്ന് വെച്ചാൽ അവസാനം, കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം അല്ലേ, അങ്ങനെ ആകുലതയോടെ പരിഭ്രമത്തോടെ കുട്ടി എന്ത് ചെയ്തു? ബാഹറിലേക്ക് വന്നു, വെളിയിലേക്ക്, ടെൻറ്റിന് വെളിയിലേക്ക് വന്നു. ആസ്പാസ് കി ദൂസരി കോളനിയോ കെ ഉസ്നെ ചക്കർ ലഗായ. അടുത്തുള്ള പല കോളനികളിൽ ആ കുട്ടി എന്ത് ചെയ്യുന്നു? ദൂസരി മറ്റുള്ള കോളനികൾ ആ കുട്ടി ചക്കർ ലഗായ, ചുറ്റിക്കറങ്ങി നടന്നു. फिर एक कॉलोनी के पास लड़कों को क्रिकेट खेलता देख कर टहरा गया. പിന്നീട് ഒരു കോളനിയിലെ കുറച്ച് കുട്ടികൾ ക്രിക്കറ്റ് കളിക്കുന്നത് കണ്ടപ്പോൾ അവിടെ എന്ത് ചെയ്തു? നോക്കി നിന്നു. ടഗർ ഹൈ ഗയാന്ന് വെച്ചാൽ അവിടെ നോക്കിയ കുട്ടി, നമ്മുടെ കേശ് അവിടെ നോക്കിയ കുട്ടികൾ കളിക്കുന്ന നോക്കി നിന്നു. ബഹദൂർ ഏക് നെയിം കേൻ
പേടിക്ക് നീച്ച് ഛായാമേ ബൈഠ് ഗയ. കുറച്ച് ദൂരെയുള്ള ഒരു വേപ്പ് മരത്തിൻ്റെ താഴെ തണലിൽ, ഛായ എന്ന് വെച്ചാൽ തണലിൽ താഴെവൻ ഇരുന്നു. ബാക്കി ലടുക്കെ നിശ്ചിന്ത് ഹോക്കർ ക്രിക്കറ്റ് കേൾത്തെ രഹേ. ബാക്കി കുട്ടികൾ യാതൊരു ചിന്തയില്ലാതെ ക്രിക്കറ്റ് കളിച്ചുകൊണ്ടേ ഇരുന്നു. കേശവെ अब रोज से दिन में लड़कों को खेल देखने उधर आने लगा. കേശവെ ഡെയിലി മറ്റുള്ള കുട്ടികളുടെ കളി കാണാൻ വേണ്ടി അവിടേക്ക് വന്നു. നീം കെ നേച്ചെ ബൈഠെ അപ്പനാ കേൽ ദേഖ് രഹേ കേശവ് കോ. നീം കെ നേച്ച് എന്ന് വെച്ചാൽ വേപ്പ് മരത്തിൻ്റെ അടിയിലിരുന്ന് അപ്പനാക്കൽ സ്വന്തം അവരുടെ കളി കാണുന്ന കേശവനെ ലഡ്കോവിനെ കുച്ച് ദിനോം അപ്പനെ കേൽമേൻ തോ ഷാമിൽ നഹീം കിയ. കുറേ ദിവസങ്ങൾ കഴിഞ്ഞിട്ടും ആ കുട്ടികൾ തങ്ങളുടെ കൂടെ കളിക്കാൻ കൂട്ടിയില്ല അല്ലേ. അവരുടെ കൂടെ ആ കുഞ്ഞിനെ കൂടി എന്ത് ചെയ്തില്ല, കളിക്കാൻ കൂട്ടിയില്ല, ചേർത്തില്ല. മഗർ എന്നാൽ ഉസേ അപ്പനി ഹസി മസാക്ക് കാ വിഷയ സെരൂർ ബൻ ലിയാദ. സെരൂർ തീർച്ചയായും, എന്നാൽ അവരുടെ ഹസി മസാക്ക് പരിഹാസം, എന്നാൽ കേശവെന്ന കുട്ടി അവരുടെ പരിഹാസപാത്രമായി മാറിക്കൊണ്ടിരുന്നു. खेल में आउट होकर आए और पहले से नीम के नीचे आकर बैठे. लड़के बीच बीच में उसकी കോപ്പടി पर തബല ബജാതെ. കേൽ കളിയിലെ ഔട്ടാകുന്ന കുട്ടികൾ ആദ്യം വന്ന് വേപ്പുമരത്തിൻ്റെ നീച്ചെ അടിയിൽ വന്ന് ഇരിക്കുന്നു. ആ സമയത്ത് നമ്മുടെ കേശവൻ്റെ തലയിലെ ഇടയ്ക്കിടയ്ക്ക് എന്ത് ചെയ്യും, കോപ്പടി തലയിലെ ഇടയ്ക്കിടയ്ക്ക് തബല ബജാതെ, തബല ഇങ്ങനെ കൊട്ടും. അതവർക്ക് രസമാണ്. ബാക്കി കഫി മസാക്ക് മേ സിർ പരെ ഹാത്ത് ഫി ജമാ ദേത്തെ. ചിലപ്പോൾ രസം തോന്നിയാൽ നമ്മുടെ കേശവൻ്റെ തലയിൽ എന്ത് ചെയ്യും, ഹാത്തെ കയ്യും എടുത്തിങ്ങനെ വയ്ക്കും. തോഫി എങ്കിലും കേശവെ മുസ്കുരാത്ത രഹിത, അവൻ പുഞ്ചിരിക്കുക മാത്രമേ ചെയ്യും. കുച്ചുബെടയിലെടുക്കെ സഹാനുഭൂതി ജതാത്തെ. അത് കാണുമ്പോൾ കുറച്ച് മുതിർന്ന കുട്ടികൾക്ക് കേശവനോട് അനുകമ്പ തോന്നി. ഉസ്കി കോപ്പടിക്ക് പീച്ചെ മത് പടോ യാർ ദുഃഖത്താ ഹോഗ. അവൻ്റെ തലയിൽ അങ്ങനെ കൊട്ടാതെ അവനെ ദുഃഖത്താ ഹോഗ എന്ന് വെച്ചാൽ അവന് വേദനിക്കും എന്ന് മുതിർന്ന കുട്ടികൾ പറയും. കുച്ച് ദിനാമേ ബഗലെടുക്കൊങ്കെ കേൾക്കുകയും സെരുരുത്തി ഫി ബൻ ഗയാദ. കുറേ ദിവസങ്ങൾ കഴിഞ്ഞപ്പോഴേ, കുറച്ച് ദിവസങ്ങൾക്കുള്ളിലെ മറ്റു കുട്ടികളുടെ കേൾക്കളിയിലെ ആവശ്യക്കാരനായി വന്നു. ആരാ, നമ്മുടെ കേശവ് എന്ന കുട്ടി. അവർക്ക് ആവശ്യകത ഉണ്ടായി. എന്തിനാന്നൊക്കെ किसी लड़कों के समय पर न पहुंचने पर वे केशव को उसके घर बुलवाने भेजने लगे. ഏതെങ്കിലും കുട്ടി, കളിക്കുന്ന ഏതെങ്കിലും കുട്ടി സമയത്ത് പഹുഞ്ചന എത്തിച്ചേർന്നില്ല എങ്കിൽ കേശവനെ അവൻ്റെ ഘർ വീട്ടിലേക്ക് ആ കുട്ടിയെ വിളിക്കാൻ വേണ്ടി അയക്കും. ഭേജിന അയക്കുക. കേശവെ उचक करें अपने नन्हे हाथों से उस लड़कों के घर की ऊंची कॉलिंग बेल बजाते. കേശവെ ചാടിത്തുള്ളി ആ കുട്ടിയുടെ വീട്ടിലെ ഭിത്തിയിലെ ഉയർന്ന സ്ഥലത്തിരിക്കുന്ന കോളിംഗ് ബെല്ലിലെ കൈ, ആ ചെറിയ കൈ ഇങ്ങനെ അമർത്തും. എന്നിട്ട് നോക്കി അവന് രസമായിരിക്കില്ലേ. ലടുക്ക കുത് പ്രകട ഹുവാത്തോ. ബെല്ല് കേൾക്കുമ്പോൾ ആ ലടുക്ക കളിക്കുന്ന കുട്ടി കുത് സ്വയം പ്രകടമാവുകയാണെങ്കിൽ, എന്നുവെച്ചാൽ അവനാണ് വരുന്നതെങ്കിൽ ടീക്ക് ഹേ, കുഴപ്പമൊന്നുമില്ല, കേശവൻ്റെ കൂടെ പോരും. യതി എന്നാൽ ഉസ്കി ഗർഭാലോം നിഗൽ ആർത്തിത്തോ കേശവ് കോ ദേക്കുകാർ. എന്നാൽ അവൻ്റെ ഗർഭാലോം വീട്ടുകാർ ആണ് വരുന്നത് എങ്കിൽ കേശവനെ കാണുമ്പോൾ അവരെന്ത് ചെയ്യും, അപ്പനെ ലടുക്കോ ഖേൽനെ ന ഭേജനേക്കാ ഉസ്കാ ഇരാദ ആർ പക്കാ ഹോ ജാതാ ഹേ. തൻ്റെ കുട്ടിയെ കളിക്കാൻ വേണ്ടി അയക്കുന്നില്ല എന്ന ഇരാദ, തീരുമാനം ദൃഢമായി പക്കയായിട്ട് കേശവനെ അറിയിക്കും. എന്താണെന്നൊക്കെ, ഗുല്ലു ആജ് കേൽനെ നഹീം ജായേഗ പടായി കരേഗ. ഗുല്ലു ഇന്ന് കളിക്കാൻ വേണ്ടി വരുന്നില്ല, അവനെ പഠിക്കാനുണ്ട്. തും ഭാഗോ യഹാംസെ, നീ പോ ഇവിടെ നിന്ന് എന്ന് കേശവനോട് പറയും. ആൻറ്റി ഉസ്കെ ദോസ്ത് ബുലാ രഹേ ഹൈം. ആൻറ്റി ഞാനല്ല, അവൻ്റെ ദോസ്തുകളാണ് കളിക്കാൻ വേണ്ടി വിളിക്കുന്നതെന്ന് നമ്മുടെ കേശവ് മാസൂമിയത്ത് സേ കഹ്ത. മാസൂമിയത്ത് എന്ന് വെച്ചാൽ നിഷ്കളങ്കമായി പറയും. അത് കേട്ട് വീട്ടുകാർ പറയും, തുംകോ ഭാഗിനെ ബോലാഹേ, നിന്നോടല്ലയോ പോകാൻ അല്ലേ, ഭാഗിനെ ഓടിപ്പോകാൻ പറഞ്ഞതേ. ഫിർഫി കടേ ഹോ, വീണ്ടും നിൽക്കുകയാണോ. ലഗാവോ ക്യാ ദോ ചപാട്. ചപാടെന്ന് വെച്ചാൽ അടി. വാങ്ങിക്കണോ നിനക്ക്. ദോ ചപാടെന്ന് വെച്ചാൽ 2 അടി. നിനക്ക് വാങ്ങിക്കണോ, പോ ഇവിടെ നിന്ന് ഓടിപ്പോ എന്ന് പറയും. തബ് കിലാടിക്ക് കമിക്ക് പൂർത്തി കേശവ് സേക്ക് ജാതി. ചിലപ്പോൾ കിലാടി, കളിക്കാരുടെ കമി എന്ന് വെച്ചാൽ കുറവ്, കേശവനെ കൊണ്ടവർ പരിഹരിക്കുകയും ചെയ്യും. मगर दूर इमारतों से, झाड़ियों से, गंदी नालों से बाल लेने का जिम्मा केशव का ही होता है. ചില സമയത്ത് കേശവനെ കൂടി അവരെന്ത് ചെയ്യും, അവരുടെ കളിയിൽ ഉൾപ്പെടുത്തും. എങ്ങനെയാന്നൊക്കെ, മഗർ എന്നാൽ ദൂരെ ഏതെങ്കിലും കെട്ടിടത്തിലോ ചാടിയോ പുൽക്കാട്ടിലോ, പുൽക്കൊടി എന്ന് വെച്ചാൽ പുൽക്കൊടികൾ, അതായത് ഏതെങ്കിലും
ഈ പുല്ലുകൾ മാത്രം നിൽക്കുന്ന ഗ്രാസുകളെ ആ സ്ഥലത്തോ അല്ലെ ഗന്ധി നാലെന്ന് വെച്ചാൽ അഴുക്ക് ചാലിലോ ചെന്ന് ബാൾ വീഴുകയാണെങ്കിൽ ആ ബാൾ എടുത്തുകൊണ്ട് വരേണ്ട ഉത്തരവാദിത്വം ആർക്കാണ്? കേശവന് ആണ്. ചാഹേ വഹ് ദോനം ടീമോ മേം കിസി കാഫി ഹിസാ ഹോ, അത് ഏതെങ്കിലും രണ്ട് ടീമിലെ ഏത് ടീമിൻ്റെ കൂടെ കേശവ് കളിക്കാൻ നിന്നാലും ആ ബാൾ പോയി എടുത്തുകൊണ്ട് വരേണ്ട ഉത്തരവാദിത്വം കേശവന് തന്നെയാണ്. കൈ ബാർ ഉൻകി ബാൾ, പല പ്രാവശ്യം അവരുടെ ബാൾ കിസിയും കുക്കാറെ ദമ്പതിക്ക് ആഹത്ത് മേം ചലി ആദി. കുക്കറ ദമ്പതി എന്ന് വെച്ചാൽ ഭയാനക രൂപമുള്ള ദമ്പതികൾ, അവരുടെ ആഹത്തെ പുരയിടത്തിലേക്ക് പല പ്രാവശ്യം ബന്ധു ചെന്ന് വീണം. ജിനെ ലഡ്കോങ്ക ഇധർ കേൽന ഹി പസന്ത് നഹീന്ത, കുട്ടികൾ ഇവിടെ കളിക്കുന്നത് പോലും അവർക്ക് ഇഷ്ടമല്ല. ബെഡെ ലഡ്കോങ്കോ വഹാം ബാൾ മാങ്ങിനെ ജാനെ പറെ അപമാനിത് ഹോനെ ആർ ബാൾ സെ ഹാത്ത് ധോ ബൈട്ടിനേക്കാ ഡർ രഹിതാത. മുതിർന്ന കുട്ടികൾ ബാൾ എടുക്കാൻ വേണ്ടി ചെന്നാൽ അത് മാങ്കെന്ന് വെച്ചാൽ ആവശ്യപ്പെട്ടുകൊണ്ട് ചെന്നാൽ ആ കുട്ടികളെ അവരെന്ത് ചെയ്യും? അപമാനിക്കും. അതുമാത്രമല്ല ബാൾ തിരികെ കൊടുക്കില്ല എന്ന് അവരെന്ത് ചെയ്യും? അവരെ ഡർ രഹിതാഹയെ ഭീഷണിപ്പെടുത്തുകയും ഭയപ്പെടുത്തുകയും ചെയ്യും. ബാൾ തിരിച്ചു തരില്ല എന്ന് മുതിർന്ന കുട്ടികളോട് അവർ പറയും. ഇസ്ലിയെ അതുകൊണ്ട് വേ കുച്ച് ദേറെ രുക്ക് കറെ ചുപ്പ് കേസേ കേശവുക്കോ ഉൻകെ ആഹത്തക്ക് അന്തർ ഉദാർത്തെ, അതുകൊണ്ട് കുറച്ച് നേരം അവരവിടെ എന്ത് ചെയ്യും? കൊച്ച് ദേർന്ന് വെച്ചാൽ കുറച്ച് ദേർ സമയം രുക്കിനെ വെയിറ്റ് ചെയ്തതിന് ശേഷം ചുപ്പ് കേസേ പതിയെ നമ്മുടെ കേശവനെ അവരുടെ പുരയിടത്തിൻ്റെ അകത്തേക്ക് വലിച്ചിറക്കും. ഉദർന്ന ഇറക്കും. കേശവ് ബന്ദർ കീ തരഹെ ബാൾ കോ ടൂണ്ട് കറെ ബാഹർ ഉജൽ ദേത്ത, കേശവൻ ആരെ പോലെ ബന്ദർ കുരങ്ങിനെ പോലെ ബാൾ ചെന്ന് ടൂണ്ടിനാ തേടി എവിടാന്ന് വെച്ചാൽ കണ്ടെത്തുകയും ബാഹർ വെളിയിലേക്ക് അതേ ഉച്ചൽ ദേത്താഹ ഉയരത്തിലെറിയുകയും ചെയ്യും. അതിനുശേഷം ലഡ്കെ കേശവ് കോ വാപ്പസെ ആഹത്തേക്ക് ബാഹറെ കീഞ്ചിലെത്തെ, മറ്റു കുട്ടികൾ എന്ത് ചെയ്യും? വാപ്പസ് എന്ന് വെച്ചാൽ മടക്കി തിരികെ കേശവനെ തിരികെ ആഹത്തിൽ നിന്നും ആ പുരയിടത്തിൽ നിന്ന് വെളിയിലേക്ക് വലിച്ചിറക്കും. കേൽ കെ സ്യാദദാർ സമയ കേശവെ കിനാരെ ബൈഠ, കേലിൻ്റെ കൂടുതൽ എന്ന് വെച്ചാൽ കളിയുടെ കൂടുതൽ സമയവും കേശവെ കിനാരിയിൽ തന്നെയായിരിക്കും ഇരിക്കുന്നത്, കളിക്കുകയില്ല. ബാക്കിയിലെടുക്കൊക്കെ കേൾത്താർ ദേക്കിത്താർ രഹിത, ബാക്കി കുട്ടികൾ കളിക്കുന്നത് നോക്കി അവൻ അവിടെ തന്നെ ഇരിക്കും. कोई भी टीम उसे अपनी तरफ खिलाने को तैयाർ നഹീം ഹോത്തി ദേ, ഒരു ടീം അതായത് രണ്ട് ടീമിലെ ഒരു ടീമുകാരും അവനെ കൂടെ കളിപ്പിക്കാൻ തയ്യാറാവുകയും ചെയ്തില്ല. കൈ ബാർ പല പ്രാവശ്യം കേശവിനെ अपने माता पिता से उसके लिए भी ബെല്ല और बाल खरीद देने का ആഗ്രഹ കിയാത, പല പ്രാവശ്യം കേശവെ അവൻ്റെ രക്ഷിതാക്കളോടെ എന്തൊക്കെയോ ഒരു ബാറ്റും ഒരു ബോളും വാങ്ങിത്തരണമെന്ന് ആഗ്രഹം പ്രകടമാക്കി. മഗർ എന്നാൽ മാതാപിതാനെ ഉസേ തബഡ് ദിയ, പക്ഷേ മാതാപിതാക്കൾ ആ കുട്ടിയെ ശകാരിക്കുകയും ചെയ്തു. ജബ് തോ അച്ഛൻ നമ്പർ സെ 5 പാസ് കർ ലേഗ തോ ഏക് ബാൾ ഖരീദ് ഹി ദേഗേ, എപ്പോഴാണോ നീ 5ാം ക്ലാസ്സിൽ നല്ല മാർക്കോടെ അല്ലേ അച്ഛൻ നമ്പർ എന്ന് വെച്ചാൽ നല്ല മാർക്കോടെ 5वीं ക്ലാസ് എന്ന് വെച്ചാൽ 5ാം ക്ലാസ് പാസ്സാകുന്നത്, ആ സമയത്ത് നിനക്ക് ഖരീദ ബാൾ വാങ്ങിത്തരാം എന്ന് പറഞ്ഞു. അപ്പോൾ കുട്ടി ചോദിച്ചു ഓർ ബല്ല ബാറ്റോ എന്ന്, ഉസ്കെ ബാരെ ഭി തബ് സോച്ചെങ്കെ, അപ്പോൾ ചിന്തിക്കാം അതിനെപ്പറ്റി എന്ന് രക്ഷിതാക്കൾ പറയും. ബേച്ചാരെ കേശവെ ദിൻ കോ രുവാൻസ് പട, ബേച്ചാരെന്ന് വെച്ചാൽ പാവപ്പെട്ട കേശവൻ ദിൻ എന്ന് വെച്ചാൽ ദിവസം മുഴുവൻ എന്ത് ചെയ്യും? രുവാൻസെ കരയുന്ന മുഖമുള്ളവനായി, കരയെന്ന് വെച്ചാൽ കരഞ്ഞുകൊണ്ട് വിഷമിച്ച് ഇരിക്കും. അതായത് മറ്റു കുട്ടികൾ ക്രിക്കറ്റ് കളിക്കുന്നത് കാണുമ്പോൾ അവന് എന്ത് ചെയ്യും? സങ്കടം തോന്നും. എന്നാൽ രാത്കോ സപ്നമേ ബഹ അപ്പനേക്കോ അക്സർ ക്രിക്കറ്റ് കേൽന ദേഖാ കർത്ത, എന്നാൽ രാത്രിയിലെ അവൻ സ്വപ്നത്തിലെ ക്രിക്കറ്റ് കളിക്കുന്നതായി കാണും. സ്വപ്നത്തിൽ അവൻ എന്ത് ചെയ്യുന്നു? ക്രിക്കറ്റ് കളിക്കുന്നതായി കാണും. ഉസ്കെ ഹാത്ത് മേ നയ ബല്ല, അവൻ കാണുന്ന സ്വപ്നത്തിൽ അവൻ്റെ കയ്യിലെ പുതിയ ബാറ്റും ഓർ സിർപ്പറെ ചക്കെ വൈറ്റ് ക്യാപ്പ് ഹോത്തി ഹേ, തലയിലെ വൈറ്റ് ക്യാപ്പും ഉണ്ടായിരിക്കും. കയ്യിലെ ബാറ്റും തലയിലെ വൈറ്റ് ക്യാപ്പുമാണ്. ടാങ്കോ പർ ശാൻദാർ മോട്ടെ പാട് കേസെ ഹോത്തെ ഹേ, ടാങ്ക് എന്ന് വെച്ചാൽ കാലിലെ ശാൻദാർ തിളക്കമുള്ള മോട്ടെ വലിയൊരു പാടും കസേഹൊത്തഹെ കെട്ടിയിട്ടുണ്ടാകും അല്ലേ. ക്രിക്കറ്റുകാരെ പോലെ തന്നെ ഒരുങ്ങി അവൻ വന്നു. അതാ മോട്ടെ മേഡ് കീ തരഹയും ദിക്കാതെ अपने उसे रूप की कल्पना पर वह मन ही मन मुस्कुराता, മോട്ടെ എന്ന് വെച്ചാൽ തടിച്ച മേടക്ക് എന്ന് വെച്ചാൽ തവള, തരഹ് പോലെ തടിച്ച ഒരു തവളയെ പോലെയുള്ള തൻ്റെ രൂപം കണ്ടപ്പോൾ
അവൻ ആ ആ രൂപം കൽപ്പന എന്ന് വെച്ചാൽ അത് സങ്കല്പിച്ച് കുട്ടി മനസ്സിൽ മുസ്കുരാന പുഞ്ചിരിക്കുകയും ചെയ്തു. ആ മോട്ടെ മേടകനെ പോലുള്ള തൻ്റെ രൂപം സങ്കല്പിച്ചപ്പോൾ ആ കുട്ടിക്ക് മനസ്സിൽ എന്തുണ്ടായി? ഒരു പുഞ്ചിരി വന്നു കേശവനെ. ദൂസരെ ലടുക്കെ ചകിത് ഹി ഉസെ കേൾത്തെ ദേഖ്തെ രഹിത്തെ അവരെ വക ധനാധൻ റൺ പറെ റൺ ബന രഹ ഹോത്താ ഹെ എന്നൊക്കെ ദൂസരയിലെടുക്കുന്ന വെച്ചാൽ മറ്റുള്ള കുട്ടികൾ ചകിതരായി പോയി ആശ്ചര്യപ്പെട്ടു അവൻ്റെ കളി കണ്ട്. കേൾത്തെ ദേഖ്തെ നമ്മുടെ കേശവൻ്റെ കളി കണ്ട് മറ്റു കുട്ടികൾ എന്ത് ചെയ്തു? ആശ്ചര്യപ്പെട്ടു പോയി. അത് മാത്രമല്ല നോക്കി വഹം ധനാധൻ എന്ന് വെച്ചാൽ തുടരെ എന്ന വാക്കാണ്. റൺ അടിക്കുന്നത് കണ്ടപ്പോഴാണ് മറ്റു കുട്ടികൾ ചകിതരായത്. ഏ ചക്ക എന്ന് വെച്ചാൽ 6ഉം 4ഉം അടിച്ചുകൊണ്ടേയിരിക്കുന്നു. നഹി നോട്ട് ഔട്ട് ആകാതെ 6ഉം 4ഉം നമ്മുടെ കേശവൻ അടിച്ചുകൊണ്ടേയിരിക്കുന്നു. സ്വപ്നത്തിലാണേ. ബടബടാത്തെ ഹുയെ കഫി ഉട बैठता तो उसे माता पिता की डांट भी खानी पड़ती है. അവൻ ബടപടാത്തെ എന്തൊക്കെയോ പുലമ്പിക്കൊണ്ട് രാത്രിയിൽ ഇടയ്ക്കിടയ്ക്ക് എഴുന്നേറ്റിരുന്ന് എന്തൊക്കെയോ പുലമ്പുകയാണ്. അത് കേട്ടപ്പോൾ രക്ഷിതാക്കൾ അവനെ ഡാണ്ട് ഫി വഴക്ക് പറയുകയും ചെയ്തു. इधर कॉलोनी के लड़कों ने होली के नाम से मोहल्ले में ചന്ത കിയ. ഇവിടെ കോളനിയിലെ ലഡുക്ക കുട്ടികളെ ഹോളി എന്ന ഫെസ്റ്റിവലാണ്. അതിനോടനുബന്ധിച്ച് ഹോളിയുടെ പേരിലെ മൊഹല്ല പ്രദേശത്തെ ചന്ത ചെയ്ത് പിരിവിനായി നമ്മുടെയൊക്കെ ഇവിടെയൊക്കെ ഫെസ്റ്റിവലൊക്കെ വരുമ്പം വീടുകളിൽ പിരിക്കാൻ വരത്തില്ലേ എന്ന് പറഞ്ഞ പോലെ ഹോളിയോടനുബന്ധിച്ച് ആ കോളനിയിലെ കുട്ടികൾ കുറച്ച് കാശെല്ലാ വീടുകളിലും ചെന്ന് പിരിവ് നടത്തി. കുച്ച് അപ്പനാഫി ജോഡ അങ്ങനെ കുറച്ച് കാശ് അവർക്ക് കിട്ടി. പോരാത്തത് അവരുടെ കയ്യിൽ നിന്ന് ഇട്ട് അതും കൂടെ കൂട്ടിച്ചേർത്തു. ഉസേ ഷഹർ ജാക്കർ അങ്ങനെ കുട്ടികൾ പട്ടണത്തിലേക്ക് പോയി. ജമാ ചന്തേ പിരിച്ച കാശുമായിട്ട് നൈ ക്രിക്കറ്റ് സാമഗ്രിക്ക് സാത്തെ ഏക്ക് ഷീൽഡ് ഫീ ഖരീദില്ലേ. അതായത് ക്രിക്കറ്റ് സാമഗ്രികളെല്ലാം വാങ്ങിച്ചു. അതിൻ്റെ കൂടെ ഒരു പുതിയ ഷീൽഡും വാങ്ങിച്ചു, ട്രോഫിയും വാങ്ങിച്ചു. 4 ദിനം तक चलने वाले उनके इस ടെസ്റ്റ് മാച്ച് 4 ദിനം എന്ന് വെച്ചാൽ 4 ദിവസം വരെ നീണ്ടു നിൽക്കുന്ന അവരുടെ ടെസ്റ്റ് മാച്ച് അല്ലേ. അതിലെ ജീത്തനെ വാലി വിജയിക്കുന്ന ഏക ടീം കാ ഉസെ ഷീൽഡ് പരെ കബ്ജ ഹോന ലഗ. വിജയിക്കുന്ന ടീമിനെ ആ ഷീൽഡ് എന്ത് ചെയ്യുക? അവരുടെ സ്വന്തമാക്കുകയും കബ്ജ എന്ന് വെച്ചാൽ അധീനതയിൽ വെക്കാം അല്ലെ സ്വന്തമാക്കാം എന്നവർ തീരുമാനിച്ചു. 4 ദിവസത്തെ ടെസ്റ്റ് മാച്ചിന് ശേഷം ജയിക്കുന്ന ടീം ആരാണോ അവർക്ക് ആ ട്രോഫി എന്ത് ചെയ്താൽ സ്വന്തമാക്കി വെക്കുകയും ചെയ്യാം. लड़के 2 टीमों में बांटे और कुछ दिनों अभ्यास भी करते रहे. ലഡ്ക കുട്ടികൾ 2 ടീമുകളായി ബാണ്ടിനെ വിഭജിച്ചു. എന്നിട്ട് കുറച്ച് ദിനം അവരെന്ത് ചെയ്തു? പ്രാക്ടീസും നടത്തി. फिर अपनी टीम को जिताने के लिए मैदान में उतर गया. എന്നിട്ട് അവരുടെ ടീമുകളെ ജയിപ്പിക്കാൻ വേണ്ടി മൈതാനത്തിലേക്ക് ഇറങ്ങി. കേശവ് കോ കിസി ഫി ടീം മേ ജഗഹ നഹി മിലി थी. കേശവിനെ ഒരു ടീമിലും എന്ത് കിട്ടിയില്ല? സ്ഥാനം കിട്ടുകയും ചെയ്തില്ല. കുട്ടിക്ക് കളിക്കാൻ വേണ്ടിയുള്ള സ്ഥാനം കിട്ടിയില്ല. ബാക്കി കുട്ടികളെല്ലാം കൂടെ ചേർന്ന 2 ടീമുകളായി മാറിയത്. കൊച്ചു സമയത്തൊക്കെ ഖേൽ അച്ഛാ ചൽത്തത. അങ്ങനെ ഗ്രൗണ്ടിലേക്ക് അവർ കളിക്കാൻ വേണ്ടി ഇറങ്ങുന്നു. കുറച്ച് സമയം വരെ ആ ഖേൽ അച്ഛാ ചൽത്താഹെ നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോയി. ഫിറെ ഏക്ക് ബല്ലേബാജ് അതിനുശേഷം ഒരു ബല്ലേബാജ് എന്ന് വെച്ചാൽ ബാറ്റ്സ്മാനെ ഐസ ചക്ക മാരാക്കി സബ് ഹക്ക ബക്ക രഹ ഗയ. ഒരു ബാറ്റ്സ്മാൻ എന്താ ചെയ്ത്? ഒരു 6 അടിച്ചു. അത് കണ്ട് എല്ലാവരും ആശ്ചര്യചകിതരായിപ്പോയി. बाल पास की निर्माणाधीन एक 3 मंजिल इमारत की छत पर चली गई. ആ ബാൾ ചെന്ന നിർമ്മാണത്തിലിരിക്കുന്ന 3 നില കെട്ടിടത്തിൻ്റെ ടെറസിലേക്ക് ചെന്ന് വീണു. ലഡ്കോങ്കെ പാസ് നൈ വക ഇക്കലൗത്തി ബോൾ തീ. കുട്ടികളുടെ പക്കലെ ഒരേ ഒരു ഇക്കലൗത്തി എന്ന് വെച്ചാൽ ഒരേ ഒരു ബാൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അവരെ ഇമാരത്തേക്ക് പീച്ചയ്ക്ക് ഹിൽത്തി 40 से चढ़कर छत तक जाना उनके लिए मुश्किल काम था. എന്നൊക്കെ ആ ഇമാരത്തിൻ്റെ കെട്ടിടത്തിൻ്റെ എന്ന് വെച്ചാൽ ബാക്കിലുള്ള ഹിൽത്തി എന്ന് വെച്ചാൽ ഇളകി കിടക്കുന്ന ചാലി പ്ലാറ്റ്ഫോമിലൂടെ ആ ചട്കർ കയറി ടെറസിലേക്ക് എത്തുക എന്നത് കുട്ടികളെ സംബന്ധിച്ചിടത്തോളം പ്രയാസകരമായിട്ടുള്ള ജോലി തന്നെ ആയിരുന്നു. കെട്ടിടത്തിൻ്റെ പിറകിലുള്ള ആ ഒരു ഇളകിക്കിടന്ന പ്ലാറ്റ്ഫോമിലൂടെ കയറി മുകളിലേക്ക് എത്തുക എന്നത് അനായാസമായ ജോലിയായിരുന്നു. അതുകൊണ്ടത് കുട്ടികൾക്ക് പ്രയാസമാണ്. ഉൻകാ കേലെ റുക്കുകയ. അങ്ങനെ അവരുടെ കേലെന്ന് വെച്ചാൽ കളി റുക്കിന നിർത്തിവെച്ചു. ആർവേക്ക് ദൂസരയ്ക്ക് കോസ്തെ. ഒരാൾ മറ്റൊരാളെ കോസ്തിന പഴിക്കാൻ തുടങ്ങി. ഗാലി ദേത്തെ നീംകെ നീച്ചെ ആക്കർ കടേ ഹോഗേ. വഴക്കൊക്കെ പറഞ്ഞുകൊണ്ട് എവിടേക്ക് വന്നു? ആ നീംകെ നീച്ചെ, അതായത് വേപ്പ് മരത്തിൻ്റെ ചുവട്ടിലേക്ക് വന്ന് കുട്ടികൾ നിന്നു.
10 बार कहा कि यहाँ से कहीं और जाकर इसे माचു को कहते हैं मगर तुम लोग മാനേ നഹി അബിലോ അതിലൊരു ചക്കം പറയാണ് 10 പ്രാവശ്യം നിങ്ങളോട് പറഞ്ഞതാണ് ഇവിടെ കളിക്കേണ്ട കഹി ഓർ മറ്റെവിടെങ്കിലും കളിക്കാം എന്ന്. മകർ തും നിങ്ങൾ പക്ഷേ എന്ത് ചെയ്തില്ല, അത് കേട്ടില്ല, മാനിച്ചില്ല. സബ ഈസെ മനോജ് കി ഗലത്തി ഹേ, ഇതെല്ലാം മനോജിൻ്റെ ഗലത്തെന്ന് വെച്ചാൽ തെറ്റാണെന്ന്. കിസീനെ അതിനകത്ത് ജിസ്നെ ഇത്തിനി സോർ സെ ബിൽഡിംഗ് കി തരഫ് മരത, ഇതെല്ലാം ഇവൻ്റെ തെറ്റാണ്. കാരണം ഇത്രയും സോർ എന്ന് വെച്ചാൽ ശക്തമായി അടിച്ചത് കൊണ്ടാണ് ആ ബാൾ പോയി ബിൽഡിങ്ങിൻ്റെ തരഭാഗത്തേക്ക് വീണത്. അബ് വഹീൻ ജാക്കർ ബാൾ ലയത, അതുകൊണ്ട് അവൻ പോയി ബാൾ എടുത്തുകൊണ്ട് വരിക. ഫിർ അപ്പനെ പൈസ നയെ ഖരീദ, ഇല്ലെങ്കിൽ പൈസ കൊടുത്ത് പുതിയത് വാങ്ങുക, ഖരീദിന വാങ്ങുക എന്ന്. ആജ് കാ ദിൻ തോ ഖറാബ് ഹി ഹോ ഗയ സമച്ച, ഇന്നത്തെ ദിവസം നശിപ്പിച്ച് കളഞ്ഞു ആരാ, മനോജ് എന്ന് ഒരു കുട്ടി പറഞ്ഞു. മുച്ചയ്ക്ക് ആ പദാതാക്കി ബോൾ ഇത്തനി സ്യാദ ഉച്ചൽ ജായകി. അപ്പോൾ മനോജ് പറയാണ്, എനിക്കെങ്ങനെ അറിയാം ഇത്രയും ഉയരത്തിലേക്ക് ആ പന്ത് പോകുമെന്ന്, ഞാൻ കരുതിയില്ലല്ലോ എന്നാണ്. ചെന്നാൽ ഉയർന്നു പോവുക. തും ലോകോനെ യതി യഹാം സാമിനെ രോക്ക് ലീ ഒത്തിത്തോ, നിങ്ങൾക്കതിനെ അടുത്ത് നിന്ന് രോക്കിനാ തടയാമായിരുന്നു ഇല്ലേ. ബഹ പീച്ചെ ജാതി ഹി ക്യോം, അല്ലെങ്കിൽ അതിൻ്റെ പുറകിൽ പോയ പന്ത് തടയാമായിരുന്നു, അതെന്തുകൊണ്ട് ചെയ്തില്ല. കംസോരി തുമാരി ഹേ, കുറ്റം നിൻ്റേതാണ്, എൻ്റേതല്ല കുറ്റം നിൻ്റേതാണ്. നിങ്ങൾക്ക് എന്തുകൊണ്ട് അതിൻ്റെ പുറകിൽ പോയ പന്ത് രോക്കിനാ തടഞ്ഞില്ല, അങ്ങനെ തടയാമായിരുന്നല്ലോ എന്ന് മനോജ് പറഞ്ഞു. അബ് ആധാ ദിൻ ബച്ചാധ, ഇനിയും പകുതി ദിവസം ബാക്കി ഉള്ളൂ, പകുതി സമയം കൂടെ ഉള്ളൂ. അവരെ പാസമേ കോയി ദൂക്കാൻ ഫീ നഹി ഹേ, അടുത്തൊന്നും ദൂക്കാൻ കടയും ഇല്ല പുതിയ പന്ത് വാങ്ങാനും. സഫീലെടുക്കെ ഫുൻഫുനാത്തെ ഹുയെ നീം കി ഛായ മേ ഹി നിരാശ ബൈഠെ ഹേ, എല്ലാ കുട്ടികളും ദേഷ്യപ്പെട്ട് എവിടെ നിൽക്കുന്നു, നീമേ വേപ്പുമരത്തിൻ്റെ താഴേക്ക് വന്ന് നിരാശയോടെ ഇരുന്നു. അച്ചാനക്ക് പെട്ടെന്ന് നിരാശ ലഡ്കയ്ക്ക് ബീച്ച്, നിരാശരായിരിക്കുന്ന കുട്ടികളുടെ ഇടയിലേക്ക് ഉൻകാ ബാൾ ആക്കാർ ഗിര, അവരുടെ ബാൾ വന്ന് ഗിറ വീണു. നിരാശരായ കുട്ടികൾ ഇരിക്കുകയാണ്, അവരുടെ നടുവിലേക്ക് ബാൾ വന്ന് വീണു. എന്നൊക്കെ ചകരായ ചകിത ലഡ്കോനെ ദേക്കാക്കി ഉസേ ഇമാരത്ത് കി ഛത് പർ കേശവേ മുസ്കുരാത്ത ഹുവാ കടത, ചകിതരായി നോക്കിയ കുട്ടികൾ കണ്ടു ആ ഇമാരത്തെ കെട്ടിടത്തിൻ്റെ ചത് ടെറസിൽ കേശവൻ മുസ്കുരാത്ത ഹുവ പുഞ്ചിരിച്ചുകൊണ്ട് നിൽക്കുന്നു. ആരെ വഹാംസെ ഹാത്ത് ഹില രഹാധ, അവിടെ നിന്ന് കൈവീശി കാണിക്കുകയും ചെയ്തു മറ്റു കുട്ടികളെ. നമുക്കിന്ന് ഇവിടെ നിർത്താം. ഒരു പാർട്ടായിട്ട് അത്രയും മതി, ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിലെടുക്കാം. ഇന്നത്തെ ക്ലാസ് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തരണം, ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക, മറ്റു കുഞ്ഞുങ്ങളിലേക്കും ലൈക്ക് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. ഓക്കെ, ശരിയാണ്.